ലക്ഷക്കണക്കിന് മാലിന്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്തുണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഫ്ലെക്സുകളിലും ബോർഡുകളും ഒന്നും ഇല്ലാതെ പരിസ്ഥിതിക്ക് അനുകൂലമായി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി എല്ലാവരെയും നേരിൽ കണ്ട് അഭ്യർത്ഥന കൊടുത്ത് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ഞാൻ ഇപ്രാവശ്യം പ്രത്യേകമായി ചെയ്യുന്നത്. അജിത്തിന് ഫ്ലെക്സും ബോർഡും ഒക്കെ അതിന്റെ ആവശ്യമില്ല. നമസ്കാരം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പകിട്ടാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾക്കുള്ളത്. മത്സരം കടുക്കുന്നത് പ്രചരണ മാർഗങ്ങളിലാണ്. ഫ്ലെക്സ് ബോർഡുകൾ, ചുവരെഴുത്ത്, സോഷ്യൽ മീഡിയ പ്രചരണം, ഗാനങ്ങൾ എന്നുവേണ്ട വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ടുകൾ വരെ ഉയരുന്നു. പ്രചരണ ആഡംബരങ്ങൾക്കും പണക്കൊഴുപ്പിനും തെല്ലും കുറവുമില്ല. എൻ്റെ പേര് അജിത് പിഷാരത്ത്. ഞാൻ തലവടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 10 കൊല്ലം വിവിധ മേഖലകളിൽ ജനപ്രതിനിധിയായിരുന്നു, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും. അതിലുപരിയായി ഞാനൊരു 25 വർഷത്തിന് മുകളിലായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഞാൻ ഇക്കൊല്ലം എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യസ്തമായി കാണണം എന്ന് ആഗ്രഹിച്ചത് നമ്മുടെ ഫ്ലെക്സുകളിലും ബോർഡുകളും ഒന്നും ഇല്ലാതെ പരിസ്ഥിതിക്ക് അനുകൂലമായി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മാലിന്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്തുണ്ടാകാൻ പോകുന്നത്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഫ്ലെക്സുകളും ബോർഡുകളും ഇല്ലാതെ ഓരോ വീടുകൾ കയറി ഇറങ്ങി എല്ലാവരെയും നേരിൽ കണ്ട് അഭ്യർത്ഥന കൊടുത്ത് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ഞാൻ ഇപ്രാവശ്യം പ്രത്യേകമായി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് സമയത്താണേലും പ്രളയ കാലത്താണേലും നമ്മുടെ നാട്ടിലെ ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവർ വിളിച്ചാൽ രാവെന്നോ പകലെന്നോ നോക്കാതെ ജാതിമത രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും ഞാൻ സന്നദ്ധനാണ്. അതുപോലെ തന്നെ ഞാൻ ഏതാണ്ട് ഇപ്പം 101 പ്രാവശ്യത്തിന് മേളിൽ എല്ലാ 3 മാസങ്ങളിൽ ഇടവിട്ട് രക്തദാനം ചെയ്യുന്നുണ്ട്. രക്തദാനം ചെയ്യുക, അതുപോലെ ആർക്ക് രക്തം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് രക്തം ദാനം ചെയ്യാനുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതിലുപരിയായി നാട്ടിലെ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഓടിയെത്തി അവരോടൊപ്പം നിന്ന് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്നത് കൊണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക്, ഓരോ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും എന്നെ തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലെക്സും ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ ഒരു പ്രവർത്തനം നടത്തിയാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ പൊതുവെ എല്ലാവരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അവരെല്ലാം വളരെ സ്വീകാര്യമായാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത്. അവിടെ തികച്ചും വ്യത്യസ്തനാവുകയാണ് ഒരു സ്ഥാനാർത്ഥി. ആലപ്പുഴ ജില്ലയിലെ തലവടിയിൽ ഫ്ലെക്സോ പോസ്റ്ററുകളോ പ്രസ്താവനയോ ഒന്നുമില്ലാതെ തലവടി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP സ്ഥാനാർത്ഥി അജിത് പിഷാരത്താണ് വ്യത്യസ്തനായ സ്ഥാനാർത്ഥി. സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ നിന്നും കഴിഞ്ഞ 2 തവണയായി മത്സരിച്ച് വിജയിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിൽ ഉണ്ടെന്നും അതിനാൽ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള പ്രചരണ ഉപാധികളുടെ ആവശ്യമില്ല എന്നുമാണ് അജിത്തിന്റെ പക്ഷം. അജിത്തിന് ഫ്ലെക്സും ബോർഡും ഒക്കെ അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും ഒക്കെ. അപ്പോൾ ഒരു ഫ്ലെക്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. കൂടുതലും നമ്മുടെ വീട്ടുകളിൽ അല്ലെങ്കിൽ നീറുന്ന ഓരോ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ അതിൽ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പുള്ളി പ്രാപ്തനാണ്. ഏത് ഉദ്യോഗസ്ഥ തലത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും അതെല്ലാം ചെയ്തു തരാനുള്ള പ്രാപ്തി പുള്ളിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസമാണ് പുള്ളിയെ ഇത് നയിക്കുന്നത്. അതിനാണ് ഫ്ലെക്സ് ബോർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളെ ഇതിൽ ആവശ്യമില്ല. പുള്ളിയുടെ പ്രത്യേകത എന്തെങ്കിലും ഏത് തരത്തിലാണ്? വളരെ എളിമയാണ് ആ ജീവിതശൈലി. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, അതായത് പല ചാനലുകളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചെരുപ്പുകളൊന്നും ഇല്ലാതെ നടക്കുക. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അത് അദ്ദേഹം മുൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും വീട്ടുകാരെങ്കിൽ ആരെ കണ്ടാലും അവിടെ വിശേഷങ്ങൾ, അവരുടെ കുടുംബത്തിലെ വിശേഷം തിരക്കാതെ പോകത്തില്ല. ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ പുള്ളി അറിയപ്പെടുക അല്ലെങ്കിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാരായിട്ട് ജീവിക്കുന്നത്. വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തുകയാണ് അജിത്തിന്റെ പ്രചരണ രീതി. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നഗ്നപാതനായാണ് സഞ്ചരിക്കുന്നതെന്ന പ്രത്യേകത കൂടി അജിത്തിനുണ്ട്.
25 വർഷം മുമ്പ് പിതാവ് മരിച്ചപ്പോൾ ഉപേക്ഷിച്ചതാണ് പാദരക്ഷ. പിന്നീട് ഇങ്ങോട്ട് നാളിതുവരെ നഗ്നപാതനായാണ് യാത്രകൾ. വെള്ള ഷർട്ടും മുണ്ടും മാത്രം ധരിക്കുന്ന അജിത്ത് അവിവാഹിതൻ കൂടിയാണ്. എ പോസിറ്റീവ് രക്തഗ്രൂപ്പുകാരനായ അജിത്ത് 18 വയസ്സ് മുതൽ ഇതുവരെ 100-ലധികം തവണ രക്തദാനവും നടത്തിയിട്ടുണ്ട്. മറ്റുള്ള ഗ്രൂപ്പുകളിലുള്ള രക്തം ആവശ്യമുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്ത് നൽകുന്നതിലും അജിത്ത് മുൻപന്തിയിലാണ്. മഹാപ്രളയകാലത്തും കോവിഡ് കാലത്തും ജനങ്ങൾക്ക് കൈത്താങ്ങായി അജിത്ത് മുന്നിലുണ്ടായിരുന്നു. നാട്ടിലെ സകല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുകയും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അജിത്തിന് മറ്റു പ്രചരണ ഉപാധികൾ എന്തിനെന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ലഭിക്കുന്ന ജനപിന്തുണ ഇക്കുറിയും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അജിത്ത് ബിഷാരത്ത് എന്ന സ്ഥാനാർത്ഥി.